ഐ ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ പ്രാർത്ഥനയാണ്, ഒരു ആഗ്രഹം, ഒരു പ്രാർത്ഥിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊന്നും നല്ല പൗലോസ് പ്രാർത്ഥിക്കുന്ന സ്ഥലം. നമ്മളാണ് എന്തോ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് യാത്രയിൽ കൂടിയിരിക്കണമേ, വഴിയാപത്തില്ല, പിന്നെ മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, പിന്നെ അതോട് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഡിഫറെന്റ് വിഷയമാണ്. സ്തോത്രം. അവിടെയുള്ള ദൈവത്തെ കുറിച്ച് കേട്ട, നിങ്ങളെ കുറിച്ച് ഞാൻ വായിക്കും, നിങ്ങളെ കുറിച്ച് കേട്ട നാൾ തുടങ്ങി യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പറയൂ, നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ കേട്ടു. ഇത് കേട്ട ആ നിമിഷം തുടങ്ങി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരെ അവിടെ നിർത്തരുത്, അവരെ വീണ്ടും ആ ആലോചനയുടെ പരിപൂർണതയിലേക്ക് നീ അവരെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതാണ്, the eye of your understanding being enlightened, that you may know what is the hope of his. അവന്റെ വിളിയാനുള്ള ആശ എന്നതാണ്. നിങ്ങളെ അവൻ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് അത് നിങ്ങൾ തിരിച്ചറിയണം. അതോടെ ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചിന്തിക്കാൻ റെഡിയായി തീർന്നതാണ്. നമ്പേഴ്സിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 13-14 അധ്യായത്തിന് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് 2 ദേശമെല്ലാം ഉറ്റുനോക്കുന്നതിന് വേണ്ടി 12 ആരെ ഒറ്റുകാരെ അവരെ തിരഞ്ഞെടുത്തു. അവരെല്ലാവരും ആരായിരുന്നു? അവരെല്ലാം അവരുടെ എത്ര ഗോത്രങ്ങളുണ്ട് ഇസ്രായേലിന്? ഇന്ന് കർത്താവിന്റെ ദാസനെ കൂടുതൽ സമയം തന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ലോയിലേ പോകുന്നു. 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളിൽ നിന്നും അതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക, ഒരു ലീഡർ. ആരായിരിക്കണം? പ്രഭുക്കന്മാർ. അങ്ങനെയാണ് നമ്മൾ വായിക്കും. അതൊന്നുമല്ല അവരുടെ വിഷയം. ഒരു ഇൻട്രസ്റ്റ് പോലെ നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ച കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും മുകളിൽ കൂടെ നിന്ന് മാത്രമേ ഉള്ളൂ. അവര് പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരോട് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്ത് എന്ത് ചെയ്യുക? വിടുക, ദേശം ഉറ്റുനോക്കുക. അവര് മിസ്രൈമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്നതായ സാഹചര്യങ്ങളൊക്കെ അവർക്കറിയാം. ചെങ്കടൽ വിളർന്നു, മന്ന പെയ്ച്ചു, ദൂതസഞ്ചയങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദൈവം വളരെ പ്രത്യാശയോടുകൂടെ, വളരെ സംതൃപ്തിയോടുകൂടെ എന്റെ ജനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ യാത്രയുടെ മധ്യത്തിൽ അവർക്ക് സംഭവിച്ച വീഴ്ചകൾ, these are written for our admonition, നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി. ഗുരുതിനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണാൻ വേണ്ടിയായി തീരുന്നത്. അതിന്റെ 1 കൊരിന്ത്യർ 10-5 വാക്യം വായിച്ചത്. അവരിൽ മിക്കവരിലും അവരിൽ മിക്കവരിലും ദൈവം എന്തില്ല? പ്രസാദിച്ചില്ല. എന്താണ് അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിക്കാതിരുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ അല്പമായി വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിലൂടെ കടന്നു പോകുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ പിക്ചറാണ് നമ്മൾ കാണുന്നത്. 12 റെപ്രസെന്റേറ്റീവ് പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് ഈ 12 പേരെയും കൂടെ വലിയ ഒരു മാൻഡേറ്റ്, ഒരു കമാൻഡ് കൊടുത്ത് അവരെ അയക്കുക. നിങ്ങൾ ചെല്ലുന്ന ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണോ? അതൊക്കെ നമ്മൾ ഒരു വർഷം ചിന്തിച്ച് അതുകൊണ്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഞങ്ങളെ കൂടി വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെയല്ല, ആ ദേശത്ത് നിന്ന് നമ്മളോട് ചെന്ന് കണ്ടതിന് ശേഷം അവിടുത്തെ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ വിശദമായി പഠിക്കണം, ദേശത്തെക്കുറിച്ച് പഠിക്കണം, അതിന്റെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി പഠിക്കണം. അത് തന്നെയല്ല, നിങ്ങൾ പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അവിടെ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും നല്ല ഫലങ്ങൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. ഇതൊക്കെ പറഞ്ഞ് മാൻഡേറ്റ് കൊടുത്ത് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ചരിത്രം ചുരുക്കി പറയട്ടെ, അവരെല്ലാവരും കൂടെ കടന്നുപോയിട്ട് ഇവിടെ തിരിച്ചു വരുന്ന ഒരു പ്രത്യേക രംഗമുണ്ട്. 11 അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. എന്നാലും നമ്മൾ മനസ്സിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അവർ 10 പേരും കൂടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു, 2 പേർ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. സ്തോത്രം. ഈ 10 പേരും കൂടെ പറഞ്ഞ പദ്ധതി എന്താണ്? 10 പേര് പറഞ്ഞത്? ദേശം നല്ലതാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. സ്തോത്രം. പിന്നെ എന്താണ്? പിന്നെ അതിന്റെ പ്രശ്നം എന്താണ്?
മല്ലന്മാരാണ് അവിടെ പാർക്കുന്നത്. സ്തോത്രം. അതും അനാക്കിന്റെ മല്ലന്മാർ. അവരുടെ തന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുക. ഈ 10 പേരും കൂടെ പറഞ്ഞതിന് അതിനുശേഷം അതൊക്കെ സംശയം. പിന്നെ എന്നിട്ട് പറഞ്ഞു, തോന്നുന്നില്ല നമുക്കിത് നമ്മുടേതാക്കാൻ ഒക്കുമെന്ന് എന്ത് ചെയ്യുന്നില്ല. ഈ 10 പേരുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ വചനത്തോട് വന്ന് പഠിക്കുന്നതിന് വേണ്ടി പോകുന്നത്. ഈ 10 പേര് എന്തായിരുന്നു? They are sense knowledge believers. പഞ്ച ഇന്ദ്രിയങ്ങളാൽ നയിക്കപ്പെടുന്ന ഇൻഫർമേഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരോട് ദൈവത്തിന് എന്തില്ല? അവിടെയാണ് അതിന്റെ കാരണം. അതിനുവേണ്ടി ഇനി നമ്മൾക്ക് പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരണം. അത് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 17-ാമത്തെ വാക്യത്തോട്ടൊന്ന് വായിച്ചു. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്? നടക്കരുത്. ഇനി പിന്നെ അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് അവിടെയാണ് കാതൽ കിടക്കുന്നത്. ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എത്ര അഡ്ജക്റ്റീവ്സ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്? നിങ്ങൾ ഇനി ആ ജാതികൾ നടക്കുന്നത് പോലെ നടക്കേണ്ടവരല്ല. അജ്ഞാനികളായിട്ട് അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ നിന്നും എന്ത് ചെയ്യുന്നു? അകന്ന്. ഇങ്ങനെ ചെയ്ത് ഈ 10 പേരുടെ നടപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ അവരെന്തായിരുന്നു? ദൈവത്തിന്റെ ജീവനിൽ നിന്നും ദൈവിക അംശം പ്രാപിച്ച ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവർ വിട്ടു. അവരെ സെൻസ് നോളജ് ക്രിസ്ത്യൻസ്. അവരെന്തു പഞ്ച ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നുവോ അതനുസരിച്ചുള്ള ജീവിതമായിരുന്നു അവരുടെ ജീവിതം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയും അവരുടെ ജീവനിൽ അവരിലേക്ക് പകർന്നു തന്ന ദൈവിക ജീവനും ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളെല്ലാം അവരെന്ത് ചെയ്തു? എന്നിട്ട് അവരെന്താണ് കാണുന്നത്? അവര് കാണുന്നതാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ച ഇന്ദ്രിയങ്ങൾക്ക് വിഷീഭവിക്കുന്ന കാഴ്ചയിലാണ് അവരുടെ ജീവിതം. എന്നാൽ ഒരു വാക്യം നമുക്ക് കാണേണ്ടിയായിത്തീരുന്നുണ്ട്. ദൈവത്തിന്റെ ജീവൻ. ഈ ദൈവത്തിന്റെ ജീവനെ കുറിച്ച് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്ന് എന്ന് പറഞ്ഞാൽ ദൈവിക ജീവനുമായിട്ട് എന്തില്ല? അവർക്കൊരു സ്പർശനമില്ല. അവര് സെൻസ് നോളജ് ക്രിസ്ത്യൻസ് എന്ന് പറയും. പഞ്ച ഇന്ദ്രിയങ്ങളാൽ ഉടലായി വരുന്ന ജ്ഞാനവും ആലോചനകളും ചിന്തകളും അതിൻ്റെതായ കാര്യങ്ങൾ അനുസരിച്ച് നടക്കുന്ന ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം. അങ്ങനെയായിരുന്നു ജാതികള്. അവർക്ക് ദൈവജീവനോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശത്രു വാരിക്കുന്ന പിശാച് നമ്മൾ വേദനോട്ടത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ നമ്മൾ കാണാൻ ഇടയായിത്തീരുന്നത് അവിടെ കണ്ണ് തുറക്കുമെന്നാണോ കണ്ണ് അടയുമെന്നാണോ പറഞ്ഞത്? പിശാച് തിന്നുന്ന നാളിൽ പക്ഷെ സംഭവിച്ചത് കണ്ണ് തുറക്കുകയായിരുന്നോ കണ്ണടയുകയായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ദൈവം എന്താണ് അവിടെ പറഞ്ഞത്?
Let us make man in our own image and in our own likeness. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവൻ വന്നിട്ട് പറയുകയാണ്, കണ്ണ് തുറക്കും, ദൈവത്തെ പോലെയാകും. കേട്ടോ, നല്ല ആരാ അതിനകത്ത് വീഴാതിരിക്കുന്നവരെന്ന് പറഞ്ഞില്ല. ദൈവത്തെ പോലെ ആകുമെന്നൊരു നല്ല ഓഫറിങ്. അത് തന്നെയല്ല, കണ്ണ് തുറക്കുകയും ചെയ്യും. എന്നാൽ കാലത്തിന്റെ കടന്നുപോക്കിൽ പരിശുദ്ധാത്മാവ് വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയാണ്. എന്ത്? സാത്താനെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? വോഷ്കു പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു. സ്തോത്രം. അപ്പൊ പുള്ളി പറയുന്നത് സത്യമായിരുന്നോ അതോ സത്യമായ കാര്യമായിരുന്നോ പുള്ളി പറഞ്ഞത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം അവനോട് പറഞ്ഞത്, നിനക്ക് നിന്റെ ഉള്ളിൽ ഞാൻ ജീവശ്വാസം ഊതിയപ്പോൾ ഒരു ദൈവീക ജീവൻ അവിടെ ഉണ്ട്. സ്തോത്രം. നീ പഞ്ചേന്ദ്രിയങ്ങളെ അനുസരിച്ച് നടക്കേണ്ടവനല്ല, നീ കാണുന്നതനുസരിച്ച് ജീവിക്കണവനുമല്ല, നീ എന്നിൽ നിന്നും കടന്നു വരുന്ന നോളജിൽ കൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ. അതാണ് ദൈവം പറഞ്ഞു കൊടുത്തത്. നീ ദൈവം ആകാൻ, നീ അങ്ങനെയാണ്, ആകുന്നു. ആകുന്നു എന്നതിൽ നിന്നും ആകണമെന്നതിലേക്കുള്ള തിരിച്ചുള്ള ആ കപടമാണ് ഏദൻ തോട്ടത്തിൽ അവിടെ നടക്കാനിടയായി. നമ്മുടെ വെല്ലുമ്പച്ചി അത് കേട്ട് കണ്ണു തുറക്കൂന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും പുള്ളിക്കത് തോന്നിയപ്പോൾ എന്ത് ചെയ്തു? അതനുസരിച്ചു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊരിന്ത്യർ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 12 കൂട്ടർക്കും പറ്റിയ കാര്യം എന്താണ്? 10 പേര് എന്ന് പറഞ്ഞു, they are sense knowledge Christians. എന്നാൽ 2 പേരുടെ കാര്യം എന്താണ് വചനം പറയുന്നത്? യോശുവയും കാലേബും വേറൊരു ആത്മാവിന്റെ ഗൈഡൻസിലാണ് അവിടെ നടന്നത്. ഞാൻ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്റെ കർത്താവേ, ഈ 10 പേരോട് നമുക്കൊരു ചോദ്യം ചോദിച്ചാലേ, അവര് കണ്ടതല്ലേ നിങ്ങളും കണ്ടുള്ളൂ? 2 പേര് നിങ്ങൾ റിപ്പോർട്ട് എഴുതിയപ്പോ എന്നാ ഇങ്ങനെ ഡിഫറന്റ് ആയിട്ട് വന്നേ? ഈ 10 പേര് മെജോറിറ്റി പറയുമ്പോൾ അതില്ല, ശരിയാ, അല്ല വാസ്തവത്തിൽ ശരിയാ, അവരെല്ലാം അംഗീകരിക്കത്തുള്ളൂ. ഇവിടെയാണ് പ്രശ്നം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആക്ച്വലി അതിന്റെ 1 തൊട്ട് 8-ാം അധ്യായത്തിന്റെ 1 തൊട്ടൊന്ന് വായിച്ചു. നമുക്ക് ഇച്ചിരി സമയം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം 1, നമ്പർ 1. 2, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. പക്ഷേ ഈ മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത്തെ മനുഷ്യനെ സംബന്ധിച്ചതായ ആ മരണത്തിന്റെ നീക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഇങ്ങോട്ട് കടന്നു വന്നത്. സ്തോത്രം. എന്താണ് കടന്നു വന്നിരിക്കുന്നത്? I have come down that you may have life. ആ ഏദൻ തോട്ടത്തിൽ അടയപ്പെട്ടു പോയ കണ്ണുണ്ടല്ലോ, ശത്രു പറഞ്ഞത് വിശ്വസിച്ചിട്ട് അതിനെ സ്വീകരിച്ച് അംഗീകരിച്ച് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടല്ലോ, കണ്ണ് തുറക്കുകയല്ലായിരുന്നു, കണ്ണടയ്ക്കുകയായിരുന്നു ചെയ്തു. അവരുടെ കണ്ണടഞ്ഞു പോയി. അവരെവിടുന്നാണ്? അവരുടെ കണ്ണടഞ്ഞ് എവിടുന്നാണ്? ദൈവത്തിന്റെ പുത്രൻ മകൻ. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38 അതിന്റെ അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ, ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. What a glorious
ആ വാക്കിന് എന്തൊരു അർത്ഥവത്തായ വാക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. മകനാണോ? ഈ പുത്രത്വത്തിൽ നിന്നാണ് ഒരു ചതിവിൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നത്? ദാസത്വത്തിലേക്കാണ് വീണത്. അവൻ പുത്രത്വത്തിൽ നിന്ന് എന്തിലേക്ക് വീണു? പുത്രത്വത്തിൽ നിന്ന് എന്തിലേക്ക് വീണു? ദാസത്വത്തിലേക്ക് വീണു. ജീവനിൽ നിന്നും അവൻ മരണത്തിലേക്ക് വീണു. എന്താ ഈ പുള്ളി ഇങ്ങനെ കൂടുതൽ അടിക്കുന്നത്? എനിക്ക് ഒരു പിടി. ഞാൻ ഓഫ് ചെയ്തിട്ടും ആകുന്നില്ല. അപ്പൊ എന്തോ എഫക്റ്റീവ് ആകുന്നുണ്ടെന്ന് മരണത്തിൽ മരിക്കാനല്ല, ജീവിക്കാനാണ്, ജീവനാണ്. എന്നാൽ അവൻ വീണത് എവിടേക്കാണ്? എവിടേക്കാണ് വീണത്? ദാസത്വത്തിലേക്ക് വീണു. ജീവനിൽ നിന്നും മരണത്തിലേക്ക് വീണു. ദൈവത്തെ അറിയുന്ന ആ വലിയ പദവിയിൽ നിന്നും അവൻ എവിടേക്ക് വീണു? അടിമത്വത്തിലേക്ക് വീണു. അവിടെ കൊണ്ട് മാത്രമല്ല നിൽക്കുന്നത്. എന്റെ പൊന്നു സാറെ ഒന്ന് നിർത്തിയാൽ നന്നായിരിക്കും. കാരണം ഞാനത് ഓഫ് ചെയ്ത് ഇങ്ങനെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഈ പുള്ളി ഇങ്ങനെ അടിക്കുന്നത്. ദാസത്തിലേക്ക് വീണു. ദാസത്തിൽ കിടന്നിരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ ഞാനൊരു വസ്തുത ഞാൻ വായിക്കാൻ റെഡിയായി തരുന്നത്, വീഴ്ചകൾ മാത്രമല്ല അവന്റെ സമൂലമായിരിക്കുന്ന ഇടപാടുകൾക്കും ഭയങ്കര വ്യത്യാസമായി നിൽക്കും. അവിടെ മരിച്ചു. എവിടെ മരിച്ചു പോയോ, എവിടെ നഷ്ടപ്പെട്ടു പോയോ, എവിടെ വീണുപോയോ, എവിടെ നിന്നെല്ലാം ഇല്ലാതായി തീർന്നോ, അത് മുഴുവനും തിരിച്ചു തരുവാൻ സ്വർഗം പ്ലാൻ ചെയ്തു. അതിനാവശ്യമായി നമുക്ക് ആദ്യമായി നമുക്ക് വേണ്ടത് നമുക്ക് ജീവനെ തരണം എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാമധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്ന അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരായിരുന്നു നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ജീവിപ്പിച്ചു. ഉള്ളിൽ നിർത്തുന്ന ഒരു പ്ലാനുമില്ല. എന്തോ ഇല്ലല്ല, ഇത് എല്ലായിടത്തും ഞാൻ ഞെക്കും പിടിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഞെക്കും. അല്ല, ഇതിങ്ങനെ എനിക്ക് ഒരുവിധം സംഭവിച്ചിട്ടില്ല. എന്താ കാര്യം അറിയത്തില്ല. അതല്ല, നമ്മുടെ കോൺസെൻട്രേഷൻ മാറണം. സ്തോത്രം. അങ്ങനെ ദൈവിക ജീവനിൽ നിന്ന് എന്തിരിക്കുന്നു? ദൈവിക ജീവൻ, ദൈവത്തിന്റെ ജീവൻ, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഒരു ജീവനുണ്ട്. അയൽക്കൂട്ടത്തിൽ കൊടുത്തവർക്ക് ആവശ്യമിരിക്കുന്ന ജീവനാണ്. ആ ജീവനാണ് അവരിൽ നിന്ന് അലങ്കരിച്ചു കൊണ്ടുപോയത്. സ്തോത്രം. അവനെ വെറുതെ വിടാൻ പോവോ? അവനെ വെറുതെ വിടും. അവനോട് ചോദിക്കാം, നമ്മളെ കൂടെ നോക്കത്തില്ല, വീട് പോയി, അല്ലെങ്കിൽ ദാസത്വത്തിലേക്ക് വീട് പോയി, ഇനിയിപ്പോ നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യാവുന്നുള്ളൂ. അങ്ങനെ ആയിക്കളഞ്ഞവൻ എവിടെ വീണ് കിടന്നു അവിടേക്ക് ജീവനെ തരുവാൻ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്തതാണ് കർത്താവിലൂടെ രക്ഷാനിവാസ പദ്ധതി. സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ 40-ാം സംഗീതത്തിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നാശകരമായ കുഴിയിൽ നിന്നും കൊടുങ്കാറ്റിൽ അവരെന്റെ നിലവിളി കേട്ടു. എന്നെ വിടുവിക്കുന്നതിന് വേണ്ടി അവൻ അവിടെ നിന്ന് ഇറങ്ങി വരണം. മറ്റാർക്കും വന്ന് ഇറങ്ങി വരാൻ ഒക്കത്തില്ല. കാരണം എന്താണ്? ഞാനിങ്ങനെ എന്റെ ചിന്തയിൽ ഇങ്ങനെ ചിന്തിച്ചു, ആക്ച്വലി ആണാവും ഓവയും പാവമൊക്കെ ചെയ്ത് ശരിയാവും, കോട്ടെ കുഴപ്പമില്ല, അവർക്കായിരുന്നോട്ടെ, പിന്നെ അവരുടെ മക്കൾക്ക് എന്തോ പറ്റി. പക്ഷെ അങ്ങനെ സംഗതി അങ്ങനെയല്ല നടന്നത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവൻ പ്രാപിക്കുകയാണ്. ആദാമിൽ ദാസനായി തീർന്നെങ്കിൽ ക്രിസ്തുവിൽ എന്തിരിക്കുകയാണ്? ഇതാണ് ദൈവത്തിന്റെ നിത്യമായ പദ്ധതി. ഈ വിലപ്പെട്ട സത്യമാണ് നമ്മൾ അറിയേണ്ടത്. അത് നമ്മൾ വായിക്കുന്നെങ്കിൽ ഈ ജീവൻ എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ആരിലൂടെയാണ് ലഭിച്ചിരിക്കുന്നതെന്നും ആ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? I have come down that you may have life and life more abundantly. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൽ ജീവൻ പ്രാപിക്കണം. ആ ജീവൻ തരുവാൻ, ആത്മാവിൽ ജീവൻ തരുവാൻ ആരെ കൊണ്ട് പറ്റും? അത് കൊടുത്ത അവന് മാത്രമേ പറ്റത്തുള്ളൂ. ലോകത്തിലുള്ള ഒരു പരിപാടികൾക്ക് നടക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതായി വന്നു? ജീവനെ ആദ്യം കൊടുത്തവൻ തന്നെ വീണ്ടും മടങ്ങി വന്ന് ജീവൻ തരേണ്ടത്. ഇതാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കാനിടയായി തീരുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ വാക്യം വായിച്ചത്, വാക്യം വായിച്ചു. അതിന്റെ എഫെസ്യർ 4-ാം അധ്യായത്തിന്റെ
അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവസാനം, ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 പേരുടെ സ്വഭാവത്തെ അതിനോട് ചേർത്തിരിക്കുക. ഇനി അടുത്തതാണ് ഈ 2 പേരുടെ സ്വഭാവം. ഈ 2 പേരുടെ സ്വഭാവം നമ്മൾ വായിക്കുന്നത്. നിങ്ങളോ, ഇനി 20-ാമത്തെ വാക്യം വായിച്ചാൽ, യെസ്, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ യെസ്, അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു. എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ നമുക്ക് ഇച്ചിരി നിന്ന് നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് പിടികിട്ടാത്തുള്ളൂ. കൂടി വായിച്ചു പോയാൽ നമുക്ക് അതിന് രഹസ്യപ്പെടാൻ മനസ്സിലാകത്തില്ല. സ്തോത്രം. എന്താണ് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ? ഈ പഴയ മനുഷ്യന്റെ ജീവിത ശൈലി എന്ന് പറയുന്നത് എന്താണ്? മോഹം ഉണ്ടായി വരും, അവൻ അതിനെന്ത് ചെയ്യിക്കുക? എനിക്ക് നല്ലത് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഇച്ഛിക്കുന്ന എന്മയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെയാണ്. സ്തോത്രം. ഈ അവസ്ഥകൾക്ക് എന്ത് ചെയ്യണം? അത് അങ്ങനെ വരാൻ കാര്യം എന്താണെന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ്? ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ അവനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് അവർ പെട്ടു. ഞാൻ നിർത്തുന്നതിന് ഉദ്ദേശമുണ്ട്. ഏതാണ്ട് എന്റെ ക്രിസ്ത്യ ജീവിതം ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് 50 വർഷത്തെ പരിചയമാണ്. 50 വർഷമായി കർത്താവിന്റെ സന്ദർശനമായി സ്വീകരിച്ചിട്ട്. സ്തോത്രം. ഞാൻ ഇന്ന് തിരിഞ്ഞുമ്പോൾ ഞാൻ ഓർക്കും, എന്റെ കർത്താവെ, ഞാൻ ഇത്രമാത്രം സ്നേഹിക്കാൻ നീ എന്നിൽ എന്തുകൊണ്ട്? പലപ്പോഴും ഞാൻ ലിറ്ററലായിട്ട് ചോദിച്ചു പോകും. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചോളാം. ഞാൻ എൻ്റെ 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ആൾത്താര ബാലരായിരുന്നു. പറഞ്ഞ പള്ളിയിലെ അച്ഛനെ ശുശ്രൂഷിക്കുക, ഇതൊക്കെ കാര്യം ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ദിവസമായിരുന്നു. അന്ന് ഞാൻ രാവിലെ 6 മണിയാകുമ്പോഴേ എണീക്കും. എണീറ്റ് പല്ലൊക്കെ തേച്ച് ഒരു വെള്ളം പോലും കുടിക്കത്തില്ല. അവിടെ ചെന്നതിന് ശേഷം അതിന് ഉടുപ്പുകൾ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെക്കുക. അതിങ്ങനെ അതിൻ്റെ എല്ലാം ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. ഓസ്തിയുണ്ട്. പിന്നെ അതിന് പാസ് അതെല്ലാം ശരിയാക്കി എല്ലാം റെഡിയാക്കി വരിക. അച്ഛൻ ആ പ്രത്യേക സമയത്ത് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും ഇത് ഞങ്ങൾ അച്ഛനെ ഇങ്ങനെ ഇടിപ്പിച്ചു കൊടുക്കും. അതായിരുന്നു എൻ്റെ ഒരു എനിക്കൊരു അച്ഛനാണെന്നായിരുന്നു വലിയ താല്പര്യം ചെറുപ്പത്തിൽ ആ സമയത്തൊക്കെ. അതുകൊണ്ടായിരിക്കും കർത്താവ് കണ്ടതെന്ന് വിചാരിക്കുന്നു. നീ അച്ഛനായ പോകാം മക്കളെ, അതുപോലെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞായിരിക്കും വിചാരിക്കുക. സ്തോത്രം. ദൈവത്തോട് സ്നേഹം കൊണ്ടായിരിക്കാം. സ്തോത്രം. SSLC പാസ്സായി കഴിഞ്ഞ ആ സമയത്താണ് തികച്ചും യാതൊരു ഒരു ഓർഡിനറി ഉപദേശിക്ക് ഒരു ചെറിയ പ്രസംഗത്തിന് 2 വാക്ക് ഹൃദയത്തിൽ വീണതാണ് കാര്യമായി. ഞാൻ അതിന്റെ പുറത്തിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അന്നും എൻ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പോയ മനുഷ്യനല്ല. സ്നാനപ്പെടാൻ വേണ്ടി ഒരു ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഉടുപ്പില്ല, ഇതൊന്നും അറിയില്ല. സ്നാനപ്പെടം ഉണ്ടെന്ന് ഇങ്ങനെ കേട്ട് ഞാൻ ഇതിനു മുമ്പ് സാധനം കണ്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ്. കർത്താവിന്റെ വചനമാണോ ഉദ്ദേശം എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, കർത്താവ് യേശു ഇങ്ങനെ സ്നാനപ്പെട്ടു, നമ്മളിങ്ങനെ സ്നാനപ്പെടണം. യേശു സ്നാനപ്പെട്ടാൽ പിന്നെ എനിക്ക് എന്താ പറയുന്നത്? റെഡിയെന്ന് പറഞ്ഞു പോവുക. വീട്ടുകാരോട് ചോദിച്ചില്ല, മറ്റാരോടും. അവരോടെല്ലാം ചോദിക്കുമോ ചെയ്തിരുന്നെങ്കിൽ ഈ പരിപാടി നടക്കുകയില്ല. അത് പോയത് എന്റെ കർത്താവെ, ആ വലിയ സ്നേഹത്തെ ഞാൻ ഓർക്കുകയാണ്. ദൈവങ്ങൾ ഇവിടെ പറഞ്ഞൊരു കാര്യം ഇതുണ്ട്. നിങ്ങള് അത് ആദ്യത്തെ ആ ഗ്രൂപ്പിന്റെ കാര്യം കഴിഞ്ഞു. 2ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവരെ കുറിച്ച് കേട്ട് അവരെ ഉപദേശം പഠിച്ചു. എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചു എന്ന് പറയുന്നതിൽ ഒന്നുകൂടെ എനിക്കിഷ്ടം ജീവൻ പ്രാപിച്ചു എന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് ജീവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ആ ജീവൻ എവിടെയാണ് കടന്നു വന്നത്? ഇത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കർത്താവ് ലോകത്തിലേക്ക് കടന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അടുത്ത വാക്യം എന്താണ്? ഏതാണ്ട് 2500 ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 4000 വർഷം എന്ന് വേണം നമുക്ക് പറയാം. 6ാം നൂറ്റാണ്ടിനോട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 4000 വർഷം കൊണ്ട് മകനെന്നൊരു പദം, മകനെന്നൊരു വാക്ക് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ ഒക്കുമോ? ഞാൻ കണ്ടിട്ടില്ല. അവിടെ നഷ്ടപ്പെട്ടതാണ് പുത്രത്വം. മകൻ പോയി. ദാസൻ, ദാസൻ, ദാസൻ.
മോശയോ തന്റെ ഗ്രഹത്തിലൊക്കെയും എന്തായിരുന്നു? എബ്രായത്തിന് വിശ്വസ്ത ദാസനായിരുന്നു. ദാസന്റെ കണ്ണന്റെ മുഖത്തേക്കും ദാസിയുടെ കണ്ണന്റെ മുഖത്തേക്കും ഞങ്ങളുടെ കണ്ണ്. ആ കാലഘട്ടം മാറിയതിനു ശേഷം ഇതാ മുഴു ലോകത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം. ഹല്ലേലൂയ. ആ 4000 വർഷത്തിന്റെ അവസരത്തിൽ അധ്യായത്തിലാണ് പറയുന്നത്, when the fullness of time come, God sent his son, born of a woman, born under the law. ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി നിയോഗിച്ചയച്ചത്. ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വില കൊടുത്തു വാങ്ങുകയും പിന്നെ നാം എന്ത് ചെയ്യണം? നാം പുത്രത്വം പ്രാപിക്കുകയും. ദൈവമക്കളെ, ആ പുത്രത്വം എന്ന് പറയുന്ന പദവി നമ്മളിലേക്ക് കർത്താവിലൂടെ കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ ആദ്യത്തെ പടിയാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് എന്ത് പ്രാപിച്ചിരിക്കുന്നു? ജീവൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ആ പഴയ 10 പേരുടെ ജീവിത ശൈലിയും കൂടെ നമുക്കൊന്ന് നോക്കണം. ഈ 10 പേരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നു? അതിലെ 2 ആളുടെ, യോശുവയുടെയും കാലേബിന്റെയും ജീവിത ശൈലി എന്തായിരുന്നു? യോശുവയും കാലേബിനും വേറൊരു സ്വഭാവമായിരുന്നു. അവര് 2 പേരും കണ്ടതവരെ അമാലേക്കരിയാണെങ്കിൽ തന്നെയും ഈ 2 പേരും മാത്രം വന്നുകൊണ്ട് സാക്ഷ്യം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. സ്തോത്രം. നമ്മുടെ ദൈവത്താൽ നമുക്ക് സാധ്യം. ഇത് കാഴ്ചപ്പാടിന്റെ വ്യത്യാസമല്ല, ഇതെന്റെ ഒറിജിനേഷനിൽ വന്ന വ്യത്യാസമാണ്. സ്തോത്രം. നിങ്ങൾ പഞ്ച ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉടവായി വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത്. എന്നാൽ അങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നത്. The eye of your understanding being enlightened, that you may know what is the hope of his calling. നമ്മുടെ ഹൃദയത്തിന് ദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. ഈ പ്രകാശിക്കുന്ന ദൃഷ്ടി, ഈ പരിജ്ഞാനത്തിലാണ് നമ്മൾ ദൈവത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വരുവാനിടയാണ്. ഇബ്രാഹിം ലേഖനത്തിൽ 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാൽ, ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയോ. ഇബ്രാഹിം ലേഖനം, ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയോ വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുകയും. ഇവിടെ പറഞ്ഞത് കാര്യമാണ്. ഈ വിലപ്പെട്ടതായ ഭാഗ്യം നമുക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? കൃപയാൽ. അവന്റെ കൃപയാൽ തന്റെ പുത്രനിലൂടെ ദൈവം ഒരുക്കിയ രക്ഷയെ കാണുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചെന്ന ദൈവത്തിന് നമ്മൾക്ക് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്യാം. ആ വാക്യം തന്നെ ഇനി നമുക്ക് വായിച്ച എഫേസ്യർ തന്നെ അതിന്റെ 2-ാമത്തെ ഭാഗം കൂടെ നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചു, പിന്നെ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഇനി അത് നമുക്ക് ഇമാജിനേഷനിൽ നമുക്ക് ഞാനിത് എത്രയോ നാൾ ഈ വാക്കി കേട്ടാൽ മതിയാണ്. ആ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് അതിന്റെ നിലയിൽ നമ്മുടെ ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയാതെ പോയിരുന്നതും എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്. സ്തോത്രം. എന്താണ് ഇവിടെ വായിച്ച വാക്യത്തിന്റെ ആഴം? അത് നമ്മളെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നമുക്കൊന്ന് കാണാം. എന്താണ് വായിക്കുന്നത്? ആ വാക്യം എങ്ങനെയാണ്? നമുക്കൊന്ന് വായിക്കാം. ആ വായിച്ച വാക്യം തന്നെ, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അത് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചിരിക്കുന്നു. ഈ പുതിയ മനുഷ്യനെ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ.
ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇത് ഞാൻ വായിക്കുമ്പോൾ ഒരു പടി കൂടി നമ്മുടെ പഴയത്തിലേക്ക് ഒന്ന് കടന്നു ചിന്തിക്കുകയാണ്. ഏഴം തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ആ അവസ്ഥ നിന്ദിച്ചു നോക്കിയാട്ടെ, കുറവുള്ളവനായിട്ടല്ല, ഈ ഇതിനോട് കൂടെ തന്നെയാണ് അന്ത്യയിരിക്കുന്നത് അവനെ അവിടെ. പക്ഷെ അവനത് മനസ്സിലാക്കാൻ പറ്റിയില്ല, അവനത് ഗ്രഹിച്ചില്ല. അതുകൊണ്ട് എന്ത് പെട്ടെന്ന് അതിന്റെ നിലയിലേക്ക് കടന്നു വരുന്നതിന് മുൻപായിട്ട് അകത്തെ കണ്ണിനെ എന്ത് ചെയ്തിരിക്കുന്നു, തുറക്കുമെന്നും പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ മിക്കവാറും പല അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ എന്തൊരു എൻഡൈസിങ് വേർഡ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഒരാളെ വീട്ടിൽ എന്ത് ചെയ്യും, 15% ഇൻട്രസ്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഇത്, അത് കഴിഞ്ഞ നല്ല ഓഫർ പെട്ടെന്ന് അതിനകത്തെങ്ങാനും നിങ്ങൾ ഒപ്പുവെച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങളെ ആയുസ് കൂട്ടിയതിന്റെ കാര്യം. ഹല്ലേലൂയ. കാരണം ശത്രുവിന്റെ തന്ത്രം അതിന് പിറകിൽ എന്തുണ്ട്, മറയിരിക്കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ചതിവിലാണ് ഹല്ലേലൂയ ആരെ പറ്റിച്ചത്, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ പറ്റിച്ചത്. സ്തോത്രം. എന്നാൽ അന്ന് പറ്റിച്ച ആ പിശാച് വീണ്ടും അവന്റെ അടുക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ ജയിച്ചു. അതല്ലൊരു വിഷയം. ഇവിടേക്ക് വരട്ടെ. അപ്പോൾ ഈ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചൊന്ന് കാണാം. എന്താണ് സത്യത്തിന്റെ ഫലമായ നീതിയിലും. അപ്പോൾ നീതി എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും പെട്ടെന്ന്, അത് നീതി ഭയങ്കര ആഴമേറിയ ഒരു സബ്ജക്റ്റാണ് നീതി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതിമാനാകുന്നത്? പഴയ നിയമത്തിലെല്ലാം കഠിന തത്വമാണ്. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നീതിമാൻ കുറ്റമില്ലാത്തവൻ നിൽക്കാൻ ഒത്തിനും പറ്റത്തില്ല, സാധിച്ചിട്ടുമില്ല. പിന്നെ എന്നാൽ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, നീതിമാനാകാൻ മക്കളാണ് എന്ത് ചെയ്തിരിക്കുന്നു. 2 Corinthians 5:21 വാക്യം നമ്മൾ പലപ്രാവശ്യം ഇവിടെ വായിച്ചുള്ളത് ഇതൊന്നുമല്ല, പഴയ തന്നെയാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചത് ഈ തടത്തിൽ ഒന്ന് ഓർത്തിരിക്കുന്നതായിരിക്കും. 5:21 2 Corinthians 5:21. പാപമറിയാത്തവനെ he made him who knew no sin to be sin on our behalf. ഇവിടെയാണ് നമ്മുടെ കർത്താവിന്റെ ആ വിലപ്പെട്ട ആഴങ്ങൾ തുറക്കപ്പെടുന്ന വിലപ്പെട്ട ഒരു വാക്യമാണ് ഇത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനത് മനസ്സിലാക്കിയപ്പോൾ എന്റെ ഹൃദയം വളരെ വളരെ സന്തോഷപരിണിയായിരുന്നു. എങ്ങനെയാണ് പാപിയെ നീതിമാനാകുന്നത്? നമ്മളിങ്ങനെ ചുമ്മാ നീതി എന്ന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ, പക്ഷെ ആ നീതിമാനാക്കുന്നതിനും എന്ത് ചെയ്തിരിക്കുന്നു? He made him who knew no sin to be sin on our behalf, so that we might become the righteousness of God in him. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങൾ എങ്ങനെയാണ് നീതിമാനാകുന്നത്? നാം എങ്ങനെയാണ് നീതിമാനാകുന്നത്? Children, how we become righteous in front of God. റോമാലേഖനം 5:1 വാക്യം നമ്മൾ വായിക്കും ഇങ്ങനെയാണ്, being justified by faith. വിശ്വാസത്താൽ ദൈവം ഈ പദ്ധതി മുഴുവനും ഒരുക്കിയതിനു ശേഷം അത് സൗജന്യമായി ലോകത്തിന് കൊടുത്തതിനു ശേഷം പറഞ്ഞു, whosoever believeth on him should not perish. ഇത് ദൈവം ദാനമായി നിങ്ങൾക്ക് നൽകി തരികയാണ്. ദൈവം തന്റെ കർത്താവിലൂടെ നമുക്ക് നൽകി തന്നതെല്ലാം ദാനമായിട്ടാണ്. ഹല്ലേലൂയ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റൈച്ചസ്നെസ് ആണ്, നീതി. ദൈവത്തിന്റെ സന്നിധിയിൽ പേടിയില്ലാതെ, ധൈര്യം കുറവില്ലാതെ, ധൈര്യത്തോടെ നമുക്ക് അവിടെ അടുത്തേക്ക്, പിതാവിന്റെ അടുത്തേക്ക് അടുത്തു ചെല്ലുവാൻ നമുക്ക് നൽകി തന്നിരിക്കുന്ന പദവിയാണ് റൈച്ചസ്നെസ്, നീതി. അത് സത്യത്തിന്റെ ഫലമാണ്, ഞാൻ വർക്ക് ചെയ്ത് കിട്ടിയതല്ല. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ ഒരു കാലഘട്ടം അവന് കൊടുക്കും. ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. പകല് അഗ്നിസംഭവം, കാളപ്പക്ഷി എല്ലാം കൊടുത്തിട്ട് അവർക്ക് അതൊന്നും വേണ്ട. അവർക്ക് ഞങ്ങളത് ചെയ്തോളാം, എന്തോ പറഞ്ഞാൽ എനിക്ക് ഫ്രീ ഒന്നും വേണ്ട. ആഹാ, അങ്ങനെയാണോ നീ പറയുന്നത്? എന്നാൽ നിങ്ങൾ ശരിക്കും കാശ് കൊടുത്ത് മേടിച്ചോളാൻ പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ സ്വഭാവം അവിടെ നിന്ന് മാറിയതാ. 1500 വർഷം ഈ പുള്ളികളെ എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ന്യായപ്രമാണത്തിന്റെ കീഴിലിട്ട് ഇട്ടാചുത്തം കർത്താവ് ദൈവം അവിടെ പഠിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇത് ചെയ്യുന്നവനൊക്കെയും നീ ന്യായപ്രമാണത്തിൽ നീതിമാനാകണമെന്ന് നീ ചെയ്യണം. 10 കൽപ്പന എന്നല്ല പറയുന്നത്, ആക്ച്വലി 10 അതിന്റെ ഒരു പുതിയ വേർഷനാണ്. 611 കൽപ്പനകളാ. പിരിവുകളും എല്ലാം കൂടെ വെച്ച് നോക്കി കഴിഞ്ഞാൽ 613 കൽപ്പനകളുണ്ട് ഇതിനകത്ത്. ബാഹ്യത്തിന് പോകുമ്പോൾ ഒരു കമ്പ് പോലെ കൊണ്ടുപോകണമെന്ന് പറയുന്ന വരെ അതിനകത്ത് നിയമത്തിനകത്ത് വരുന്നത്, അതിനകത്ത് ഒന്നിനും വിട്ടുവീഴ്ചയ്ക്ക് വകയില്ല. ഇത് ചെയ്ത ആര് ദൈവത്തിന്റെ സന്നിധി നീതിമാനാകണം? ആഹാ, നീതിമാനാകണമെന്ന് പറയുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ സൗജന്യമായി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ
അവർക്കതിനൊന്നും വിലയില്ലായിരുന്നു. നീ വില കൊടുത്ത് മേടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ കൊടുത്താ ന്യായപ്രമാണം. എല്ലാത്തിനും വായിക്കുക. ഇറ്റ്സ് വെരി സോ ബ്യൂട്ടിഫുൾ. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യണം. ഇതൊക്കെയും ചെയ്തിട്ട് ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ നീതിമാനാകാൻ നോക്കുമോ? നിങ്ങളൊന്നും പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 75 മാർക്ക്, ഇവിടുത്തെ ഒക്കെ മാർക്കിംഗ് സിസ്റ്റം അനുസരിച്ച് എത്രയ്ക്കാ? നാട്ടിലെ 45ഒക്കെ, ഇവിടെ 70 കിട്ടിയാലേ സി കിട്ടത്തുള്ളൂ. 70 കിട്ടണം, 75 കിട്ടണം. സി പ്ലസ് ബി 80, പിന്നെ ബി പ്ലസ്, പിന്നെ എ പ്ലസ്, അങ്ങോട്ട് പോകണം കൊണ്ടല്ലോ 90 കഴിഞ്ഞ് പോകണമെങ്കിലേ പറ്റത്തുള്ളൂ. ന്യായപ്രമാണത്തിന്റെ സ്ട്രിക്റ്റ് നിയമം അനുസരിച്ച് ഒരെണ്ണത്തിൽ തെറ്റിയ എന്തുകൊണ്ട്? ഒന്നിൽ തെറ്റിയ ജെയിംസിന്റെ പുസ്തകത്തിൽ 2:10 അങ്ങനെയല്ലേ വായിക്കുന്നത്? ഒന്നിൽ തെറ്റിയാൽ ഈ നിയമത്തിന്റെ മുമ്പിൽ ചെയ്ത് ആർക്ക് രക്ഷപ്പെടാൻ ഒക്കുന്നാണ് നിങ്ങൾ പറയുന്നത്? ഇല്ല, ഒക്കത്തില്ല, നടക്കത്തില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തെ മുഴുവനും നീതീകരിക്കുന്നതിന് വേണ്ടി തന്റെ പുത്രനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സകലതും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനിടയായി. അതുകൊണ്ടാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് വരേണ്ടി വന്നത്, ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി നിയോഗിച്ച് അയക്കേണ്ടി വന്നത്. അതുകൊണ്ട് അതിനകത്ത് നിൽക്കേണ്ട അത് മുഴുവനും ചെയ്തു കഴിഞ്ഞു. അവസാനം തന്നെ ശുശ്രൂഷ അവസാനത്തിൽ നിന്ന് ചോദിക്കുക, നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധപ്പെടുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ഈ നീതി ഇന്ന് നമ്മൾക്ക് സൗജന്യമായിട്ട് കാൽവരിയിലൂടെ അവൻ കൊടുത്തു വിളിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗജന്യമായിട്ട് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് സുവിശേഷത്തിന്റെ കാതലാണ്. ഹാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ പറയും അതിനെ കുറിച്ച്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? വിശ്വസിക്കുന്ന ഏവർക്കും അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിന് കർത്താവിനെ തള്ളിപ്പോകുന്ന ഈ ലോകത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോടെ നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ പറഞ്ഞു പറ്റുമോ? 2000 വർഷങ്ങൾക്ക് അവൻ തൊന്നുകൊണ്ടുകൊണ്ട് അവൻ കാൽവരിയുടെ മലമുകളിൽ നിന്നുകൊണ്ട് കൈകാലുകൾ വിരിക്കപ്പെട്ടവനായി ഒരു പാപവും ചെയ്യാത്ത പരിശുദ്ധൻ, പുണ്യവാൻ, അവനിൽ ഒരു ദോഷവുമില്ല, അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല, അവൻ പാപമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസും യോഹന്നാനും 3 പേരും ഒരുമിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. അവനിലൂടെ നമ്മുടെ അതിക്രമങ്ങൾ അവന്റെ മേൽ ചുമത്തി. പ്രവാചകൻ 53-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ പാപത്തിന്റെ ശിക്ഷ, നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷയായിരുന്നു നമ്മുടെ കർത്താവ് ഏറ്റത്. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് തെളിഞ്ഞു വരുമ്പോഴാണ് സുവിശേഷം വ്യക്തമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഇത് നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാമോ? സൗജന്യമായിട്ട് ദൈവം തന്നു. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിന് ഇത് വിളിച്ചപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ജോലിയില്ല. കർത്താവ് ഒരു ഉപ പറഞ്ഞു. നമ്മൾ ദൈവസം പലപ്പോഴും ആ ചരിത്രം എടുത്ത് പറയാറുണ്ട്. സ്തോത്രം. വിളിച്ചവൻ വന്നില്ല. അപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? വഴിത്തലേക്ക് നിൽക്കുന്നു. കല്യാണത്തിന് രാജാവിന്റെ മകന്റെ കല്യാണം ഒരിക്കലും എല്ലാ വഴിക്കലിൽ നിൽക്കുന്ന എല്ലാവരെയും വിളിച്ചോളാം പോയി. ആരൊക്കെയാണ് ആ വഴിത്തല നിൽക്കുന്നത്? ദുഷ്ടന്മാരും ഭാവികളെല്ലാവരും. ആ ഗ്രൂപ്പിനകത്തേക്കാണ് സ്വർഗം നമ്മളെ കയറ്റി നിർത്തുവാനിടയായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ വായിച്ച ആ നീതി എന്നുള്ള പറഞ്ഞ വിഷയം ആ ഒറ്റ വചനത്തോട് ബന്ധത്തിലാണ് നമ്മൾ ഹിന്ദുവിനെയാക്കുന്നത്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ധരിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നെങ്കിലും ധരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. ഞാൻ എന്റെ പ്രവൃത്തി കൊണ്ടല്ല നീതിമാനായത്. ഈ നീതി കർത്താവിന്റെ സൗജന്യമായ ദാനമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ജംഗ്ഷൻ കാണാനിടയായിരിക്കും. വിശുദ്ധനാണ് നമ്മളിപ്പോ. അതെന്താ കാര്യം എന്നറിയാമോ? ആത്മാവിൽ നടന്നിരിക്കുന്ന അതിനൊരു വാക്യം വായിച്ചേ ഒക്കത്തുള്ളൂ. 2:5 വാക്യം വായിച്ചു. 2 Corinthians 5:7. Therefore, if anyone is in Christ, he is a new creation. ക്രിസ്തുവേശുവിൽ ഉള്ളവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. All things are passed away. ഞാൻ അതിന്റെ വാക്കില്ലാത്ത ഒന്ന് നീക്കിയപ്പോൾ മനസ്സിലാക്കിയായിരുന്നത് ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദം കെയ്നി കിച്ചീസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദമാണ്. ദൈവാസംഗതി തന്നെ കുറിച്ചുകൂടെ
ഡീപ്പായിട്ടൊക്കെ എടുത്ത് പിടിക്കാനുള്ളൂ. പക്ഷെ ഞാൻ ഇത്രയും മനസ്സിലാക്കുന്നുള്ളൂ. കെയ്നി കിക്സിസ്, KTISIS. കെയ്നി എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻ കൈൻഡ്, നെവർ എക്സിസ്റ്റഡ് ബിഫോർ. Which is a creation brought into existence by God. ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവിനെ മരിച്ച എന്ന് പറയുന്ന അതിന് നവീകരിക്കുകയല്ല ദൈവം ചെയ്തത്. ദൈവം ഒരു പുതിയ ആത്മാവിനെ നിന്റെ ഉള്ളിലേക്ക് സൃഷ്ടിക്കുകയായിരുന്നു. Praise the Lord. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. കെയ്നി, നെവർ ബിഫോർ, മുമ്പില്ലായിരുന്ന ഒന്നിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്, ഈ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് പിന്നെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ ഇടയായിരുന്നു. കർത്താവിന്റെ പറഞ്ഞിരിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, അവന് ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഒരു ജനനമാണ് നമ്മുടെ ഉള്ളിൽ നടന്നത്. In another words, ഒരു പുതിയ ആത്മാവിനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ബുദ്ധിയിലൊന്ന് ചിന്തിച്ചു നോക്കിയാണ് അതിന്റെ ആ നിൽക്കുന്ന നമ്മുടെ ആത്മാവ്, ദൈവം സൃഷ്ടിച്ചാക്കിയ പുതിയ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന ആ ആത്മാവ് എങ്ങനെയുള്ള ആത്മാവാണെന്ന് ഇവിടെ സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയത്, അതാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചു. നിങ്ങളത് അറിഞ്ഞില്ലേ? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് എങ്ങനെയാണ് നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച് കഴിയുമ്പോൾ, സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരു സൃഷ്ടി നമ്മുടെ ആത്മാവിൽ നടക്കുകയാണ്. അത് മുഖാന്തരമായി സ്വന്തം പുത്രന്റെ ആത്മാവിനെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? നൽകി തന്നിരിക്കുന്നു. സ്തോത്രം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം കൂടെ വായിച്ചു. ഇതോടൊരു ബന്ധത്തിലാകുമ്പോൾ നമുക്ക് അതിനൊരു കോറിലേഷൻ നമുക്ക് കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. അവനുമായി ഏക ആത്മാവാകുന്നു. അതിന്റെ നേരെ മുൻവശത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 2 അല്ല 1 എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ ബന്ധപ്പെട്ട വചനം എന്നെ വളരെ ചിന്തിപ്പിക്കേണ്ടതായിരുന്നു. അതെന്താണ്? നമ്മുടെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവുമായിട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ ചേർന്നിരിക്കുന്ന ഈ ആത്മാവ് ഒരാത്മാവ്. ഇൻ അനദർ വേർഡ്സ് അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. നാം ചിന്തിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മിൽ വസിക്കുന്ന ആത്മാവിനാൽ കഴിയുന്നവൻ. എന്റെ കർത്താവേ, സ്തോത്രം, സ്തോത്രം. നമ്മൾ സാധാരണ ഒരു ജീവിതത്തിലേക്ക് അല്ല ഇവിടെ പ്രവേശിക്കുന്നത്. ഈ 2 പേരുടെ ജീവിതം യോശുവയും കാലേബും ചിന്തിക്കുന്ന അവസരത്തിൽ അവർക്ക് വേറൊരു സ്വഭാവമുള്ളവരാണ്. അവർ ദൈവത്തോട് പറ്റി നിൽക്കുന്നവരാണ്. അവർ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചവരാണ്. ദൈവത്തിന്റെ ജീവനിൽ നിന്നുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. ദൈവിക ജീവനിൽ നിന്നുമാണ്. ആ ജീവൻ എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? അവന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2 തുടങ്ങിയ വാക്യം വായിച്ചു. അത് ഇനി വായിക്കത്തേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. Romans 8. For the law of the Spirit of life in Christ Jesus has made me free from the law of sin and death. താഴോട്ടിങ്ങനെ വായിച്ചു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം അല്ല, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ. ആ വാക്യങ്ങൾ എല്ലാം കൂടെ കൂടിയുള്ള ഒരു ഭാഗമല്ലേ ഇത്. അതിന്റെ 6 തൊട്ടൊന്ന് വായിച്ചു. 6 തൊട്ട് താഴോട്ട് വായിച്ചു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും. അല്ല, ഒരു വാക്യം മേലോട്ട് അനുസരിച്ചൊന്നും അതും കൂടെ വായിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ
ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. ഓക്കെ, ഇനി വായിച്ചു. യെസ്, സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. യെസ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഒരു മിനിറ്റ് ഞാൻ നിങ്ങളെ ഇനി നിങ്ങൾക്കുള്ള ഒരു അസൈൻമെന്റ് കൂടെ ഞാൻ തരിക. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ മനസ്സിൽ ചിന്തിച്ചു വന്ന ഒരു കാര്യമാണ്. ഏലം തോട്ടത്തിൽ വെച്ച് അവർ പറിച്ചിരുന്നപ്പോൾ ആ പഴവും ഈ കാര്യങ്ങളും അതൊക്കെ നമ്മൾ എന്താണ് ആക്ച്വലി? എൻ്റെ 50 വർഷത്തെ ആത്മജീവിതത്തിൻ്റെ അടുത്തിൽ നിന്ന് എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ട് എൻ്റെ മനസ്സിൽ ഇത് തൃപ്തി വരുന്ന ഒരു ഉത്തരം ഒരു പുള്ളിയും തന്നിട്ടില്ല. ഞാനിത് പല ആൾക്കാരോട് ഞാൻ ചോദിച്ചിരുന്നു. സ്തോത്രം, അവരുടെ പാപം എന്തായിരുന്നു? ഹവ്വ ചെയ്ത പാപം എന്തായിരുന്നു? അവരെന്താണ് പാപം ചെയ്തത്? ഏത് കാര്യത്തിലാണ്? എവിടെയാണ്? മരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ 4 മരിക്കും. ഇവിടെ നമ്മൾ വായിച്ചനുസരിച്ച് ഒരു മരണം ഞാൻ കാണുന്നുണ്ടല്ലോ. ആ മരണം എന്താണ്? ജഡത്തെ അനുസരിച്ച് ജീവിച്ച മരിക്കും നിശ്ചയം. ഇത് തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. ഒരു ഉപദേശം സ്ഥാപിച്ചൊന്നുമല്ല. എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവർ പറിച്ചു നിന്ന് അവർ ചെയ്ത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം നിയമിക്കപ്പെട്ടിരുന്ന ഹവ്വായെ, ആദാമേ, നീ എന്തുകൊണ്ട് ഈ കണ്ണിൽ നിന്നും ഈ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വീണുപോയി എന്നല്ലേ അതിന്റെ അർത്ഥം? ഞാൻ എൻ്റെ മനസ്സിലൂടെ ചിന്തിക്കുക. അപ്പോൾ അവിടെ നടന്ന ആ മരണം ലിറ്ററലി മരണം എന്താണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ദൈവമായിട്ടുള്ള ബന്ധം കണക്ഷൻ വിട്ടുപോകുന്നു. എന്നാൽ നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ആത്മാവിലോ ജീവൻ ഉണ്ടാകുന്നുവെങ്കിൽ, ജീവന്റെ പുതുക്കത്തിൽ നിങ്ങൾ നടക്കുന്നുവെങ്കിൽ, റോമലേഖനം 6-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം. നിങ്ങൾ എന്തിരിക്കുകയാണ്? കാണുന്നതനുസരിച്ച് ജീവിക്കുന്നവരല്ല, കാണാത്തത്. അതാണ് വിശ്വാസത്താൽ. അതെവിടെയാണ് വിശ്വാസം എന്ന് പറഞ്ഞ എന്താണ് ആക്ച്വലി? വിശ്വാസം എവിടെ നിന്നാണ് കടന്നു വരുന്നത്? വിശ്വാസം ആത്മാവിന്റെ നിന്നുണ്ടാകുന്ന പ്രവർത്തനം. അതിനാണ് റോമാലേഖനം 10-ാം അധ്യായം നമ്മളെല്ലാം സുപരിചിതമായിരിക്കുന്ന ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക, അധരം കൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും, അതിനകത്ത് തന്നെ ആ വാക്യത്തെ താഴെ വായിക്കുന്നതാണ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്കായി രക്ഷിക്കപ്പെടും. അത് രക്ഷയുടെ ഇക്വേഷൻ അതായിട്ട് നമുക്ക് കാണാം. ഈ ഭാഗത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം വെച്ച് നോക്കാം. ഇതാ ദൈവത്തിന് പ്രവൃത്തി. എന്താ ദൈവത്തിന് പ്രവൃത്തി? എന്താണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് നീ ഏറ്റുപറയുകയും ചെയ്താൽ, എന്താണോ നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് അത് നീ അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അതെന്ത് ചെയ്യും? ഓക്കെ, ഈ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മർക്കോസ് 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചാലോ? മഴ നിൽക്കുകയാണ്. Whosoever shall say to this mountain, be thou removed and cast into the sea. ബാക്കി നിങ്ങൾ വായിക്കണം. അത്രയൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് പോകത്തുള്ളൂ. അതിനപ്പുറം പോകില്ല. 24 ആയിരിക്കും, അല്ലെങ്കിൽ 23 ആയിരിക്കും. മർക്കോസ് 11-ന്റെ. Therefore I say unto you, whatever things you ask when you pray, believe you receive them and you will have them. അതിന് മുന്നിൽ ഒരു വാക്കില്ലേ മനയോട്? Yes. For assuredly I say to you, yes. Whoever says to this mountain, be removed and be cast into the sea, and does not doubt in his heart, but believes that those things he says will be done, he will have whatever he says. Praise the Lord, hallelujah. He will have whatever he says. അപ്പൊ എവിടെയുള്ള ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമുണ്ട്, അത് വേറെ. അതല്ല, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആത്മാവിൽ വിശ്വസിക്കുകയും പിന്നെ ആ വിശ്വസിക്കുന്നത് തന്നെ എന്ത് ചെയ്യണം? സംശയിക്കരുത്. സംശയിക്കാൻ പാടില്ല. അവിശ്വാസം കൂടെ അതിനകത്ത് വരാൻ പാടില്ല. പിന്നെ
അതരം കൊണ്ട് അത് എന്ത് ചെയ്യണം? ഏറ്റു പറയുകയും ചെയ്താൽ അന്നേരം കാണുമെന്നാണോ? യു വിൽ സീ എന്നാണോ? അന്നേരം കാണുന്നില്ല അല്ലേ? ദൈവത്തിന് ഇച്ചിരി സമയം കൊടുക്കുക. ഉള്ളി ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചല്ല ഒന്ന് കൊണ്ടുവരാൻ ദൈവത്തിന് സമയം കൊടുക്കുക. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. അത് മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആ പ്രവൃത്തിയുടെ ആഴം നമുക്ക് അതിൽ നമുക്ക് കാണാനിടയായി തീരുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ രാവിലെ പറയും, വൈകിട്ടാകുന്നതിന് മുമ്പ് നമ്മളൊരു 10 പ്രാവശ്യമെങ്കിലും ഒന്നില്ല. അപ്പോഴേ ഈ പറഞ്ഞ് എന്ത് ചെയ്ത് ക്യാൻസലായി. ശത്രു ഭയങ്കര സ്മാർട്ട് പുള്ളിയാ കേട്ടോ, വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. അവൻ പറയും, അവൻ ഇത് കൊണ്ടുവരും, അവൻ അമാലേക്കരെ കാണിക്കും, മല്ലനാണെന്ന് പറയിപ്പിക്കും, അവരെ മുമ്പിൽ ഗ്ലാസ് എല്ലാം കൊണ്ടുവരും. നോ നോ, അതിന് പറ്റിയ ആള് നമുക്ക് കാണാൻ കഴിയായിരിക്കുന്നത് അബ്രഹാമാണ്. അബ്രഹാം എന്നിരിക്കുന്നു അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള പരിശോധന വളരെ ശക്തമാണ്. വിട്ടുകൊടുക്കരുത്. ഈ രഹസ്യം ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ നിക്ഷേപിക്കട്ടെ. ഇത് നമ്മുടെ ആത്മാവിൽ കിടക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരുമ്പോൾ നാളെ തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. സ്തോത്രം. കാറ്റ് കാണുകയില്ലപ്പോൾ വിശ്വാസത്താൽ നീ കുഴികളെ കുഴിക്കുക. ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഇന്ന് ചിന്തിക്കാനിടയായി തീരട്ടെ. നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് നമ്മൾ പുതുക്കം പ്രാപിച്ചിരിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ എന്തില്ല, ജഡത്തിന്റെ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ഇവിടെ നമുക്കൊരു ഇച്ചിരി ഒരു വളർച്ച ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് ചിന്തിച്ചോ. നമ്മളെല്ലാവരും വരും, നമ്മൾ വലിയ പ്രസംഗവും കാര്യങ്ങളും ചെയ്ത് നമ്മൾ ചെറിയ കാര്യങ്ങൾ ഇൻഫർമേഷൻ ചെയ്ത് നമുക്ക് പ്രാക്ടിക്കലായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. എന്താ നമ്മൾ ചിന്തിച്ചു നോക്കെ, എൻ്റെ കർത്താവെ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശക്തി, പക്ഷെ വൈകിട്ട് അതിന് ഒരു 10 പ്രാവശ്യം എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ന്യൂട്രലൈസ് ആയി പോയി ഓൾറെഡി. എന്നിട്ട് പിന്നെ റിസൾട്ട് കാണാതിരിക്കുക. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. വിശ്വാസത്തിന്റെ പരിശോധന എന്താണ്? ഒന്നിനേക്കാൾ വിലയേറിയതാണ്. നിന്റെ വിശ്വാസം തീക്കകത്തൂടെ ഒരുപക്ഷെ കടത്തിവിട്ടെന്ന് പറഞ്ഞേക്കാം. ഹല്ലേലൂയ. ആ ചന്ദ്രക്വേശം അവൻ പറഞ്ഞിരിക്കുന്ന അതുപോലെ, എന്റെ ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ ഉയർത്തിയ ബിംബത്തെ ഞാൻ എന്ത് ചെയ്യത്തില്ല. അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ആത്മീക സത്യങ്ങളെ നമ്മുടെ ആത്മാവിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്നൊരു ബലശാലിയെ പോലെ പുറത്തിറങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം ദൈവജീവനിൽ നിന്നും അകന്ന് മനം തഴമ്പിച്ചു പോയ ജാതികളെ പോലെയല്ല. ഇന്ന് നമ്മൾ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യനാണ്. വൺ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. ദൈവത്തോടുകൂടെ നിന്നുകൊണ്ട്, കർത്താവേ, നീ എന്റെ കുഞ്ഞിന് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ച്, നീ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ വിഷയം വെച്ചിട്ട് പറയുകയാണ്. സ്തോത്രം. ഇതിനെതിരായി വരുന്ന ഒരു ചിന്തകളെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. അവനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവന് വിടുതൽ ആവശ്യമുണ്ട്, അവൾക്ക് സൗഖ്യം ആവശ്യമുണ്ട്. അവർക്ക് രോഗത്തിൻ്റെതാണോ, സാമ്പത്തിക വിടുതലാണോ, ജീവിതത്തിന്റെ ഏത് സാഹചര്യമായിരുന്നാലും ആ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് നീ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കളയല്ല. ഈ വിശ്വാസം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കോ, നീ ഒരു ശുഭകാലം കണ്ടിരിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടോ? ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റായി 25 വർഷമാണ് ഒരു കുഞ്ഞിക്കാലില്ലാതെ അബ്രഹാം പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. ഓർത്തുകൊള്ളേണ്ട. സ്തോത്രം. എന്റെ ദൈവം ഇടക്കിടയ്ക്ക് ആ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കുമ്പോഴാണ് എന്റെ ആലോചന. ഇന്നലെ ഞാൻ പെട്ടെന്ന് ഒരു ചിന്ത എന്റെ ഉള്ളിൽ കടന്നുവേണ്ടിയായിത്തീർന്നു. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിനകത്തും ലോത്തും കൂടെ കടന്നു വന്ന അവസരം നിങ്ങൾ പറഞ്ഞ് നിർത്തിയേക്കാം. 12 മണിയാകുമ്പോൾ നിർത്തിയേക്കാം. നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പറയുകയാണ്. സ്തോത്രം. അവര് തമ്മിൽ, ഇടയന്മാര് തമ്മിൽ ഒരു ഇച്ചിരി സ്ട്രൈക്ക് ഉണ്ടായി. അബ്രഹാം പറഞ്ഞു,
ലോത്തിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരിക്കലും ശണ്ട പാടില്ല, വഴക്ക് പാടില്ല. അതുകൊണ്ട് നീ ചോയ്സ് അവന് കൊടുത്തു, നീ കിടത്തോട്ടെ, എങ്കിൽ ഞാനിപ്പോൾ തോന്നണം. നമ്മുടെ ലോത്തിങ്ങനെ നോക്കുന്ന അവസരത്തില്ലേ, ലാവാന്റെ വീട്ടിൽ നിന്ന് വന്നവല്ലല്ലേ ആ പുള്ളി, ഇങ്ങനെ വന്ന ശേഷം പറയുന്നു, അതിനകത്ത് പരിശുദ്ധം എടുത്തിരിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ? ആടുകളെ മേയ്ക്കാനും പച്ചപ്പുൽപ്പുറമുള്ള സ്ഥലം അവിടെ എന്ന് കണ്ടിട്ട് പുള്ളി എന്ത് ചെയ്ത് അവിടം തെരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ വിശ്വാസം പച്ചപ്പുൽവെളിയല്ല. അബ്രഹാമിന്റെ വിശ്വാസം അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അവരോട് സംസാരിച്ച അദൃശ്യനായ ദൈവത്തിന്റെ ശബ്ദമാണ് അബ്രഹാമിന്റെ വിഷയം. നമ്മൾ തമ്മിൽ പ്രശ്നം പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ലോത്തേ, നീ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് അവന് കൊടുത്തതിന് ശേഷം പറയുകയാണ്, അവന്റെ തെരഞ്ഞെടുപ്പ് ദൈവിക പ്രകാരമായിരുന്നില്ല. അവന്റെ തെരഞ്ഞെടുപ്പ് പഞ്ച ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉടലായി വരുന്ന ആലോചനയിൽ നിന്ന് തെരഞ്ഞെടുപ്പാണ്. അതിന്റെ അവസാനം നമുക്കറിയാം. അതിലൂടെ ഞാൻ പോകുന്നില്ല. സ്തോത്രം. ഇന്നലെ ദൈവാത്മാവ് ഈ വചനം എന്റെ ഉള്ളിൽ ഞാൻ വളരെ സന്തോഷിക്കണില്ല. അത് ശരിയാണല്ലോ കർത്താവേ, അത് വളരെ സത്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണൊരിക്കലും മുഖാന്തരങ്ങളിലേക്ക് മാറിപ്പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. നിനക്ക് ഒരു പക്ഷേ ജോലി ഇല്ലായിരിക്കാം, ജോലി ഉണ്ടായിരിക്കാം. നിന്റെ സോഴ്സ് ഒന്നും അവിടെ അല്ല. നിന്റെ സോഴ്സ് എന്റെ ഉറവുകളൊക്കെയും എന്റെ ഉറവ് എന്റെ കർത്താവിന്റെ കരങ്ങളിൽ നിന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്പം കൂടെ മുന്നോട്ട് വന്ന അബ്രഹാമിന്റെ ചരിത്രത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ജീവിതം. നമുക്കൊരു ജീവിതത്തിന്റെ ഒരു ഉറപ്പ്, ഒരു ജീവിതത്തിന്റെ ശൈലി. അബ്രഹാമിന്റെ ജീവിതത്തിൽ പരിശോധന ഇല്ലെന്നാണോ? കൊള്ളാം. ആ പരിശോധനയിൽ നിന്ന് അതിന്റെ 4% പരിശോധന നമ്മളുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്നും എത്താൻ മാത്രം എത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, ആടെവിടെ? അപ്പാ, അബ്രഹാമേ, ഈ ചോദ്യത്തെ നീ എങ്ങനെയാണ് വീക്ഷിച്ചത്? തന്റെ മിസ്റ്റേക്ക് വല്ലതും പറ്റിപ്പോയതാണോ? ഞാൻ കേട്ട അല്ല, എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ശബ്ദം തന്നെയാണ് എന്നോട് സംസാരിച്ചത്. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. ഞാൻ ആ ശബ്ദവുമായിട്ട് എനിക്ക് വളരെ പരിചിതമാണ്. അബ്രഹാമിന് നീ വളരെ നാൾ അവന്റെ യുക്തിയും അവന്റെ ബോധവും അവന്റെ കാര്യങ്ങളും എല്ലാം ചിന്തിച്ചു നോക്കിയോ? എന്നാലും മനസ്സിൽ എന്റെ ദൈവമേ, ഞാൻ ചെയ്യാൻ പോകുന്ന പാതകം എന്താണ്? ഇതെന്താ? അല്ല, ഈ ചാരത്തിൽ നിന്ന് ഞാൻ വിചാരിക്കുന്ന അബ്രഹാം കുഞ്ഞില്ലാതെ അവിടുന്ന് താഴേക്ക് പോകുന്നു എനിക്ക് വിശ്വാസമില്ല. അബ്രഹാം പറഞ്ഞു കാണും, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കാണും, ഈ ചാരത്തിൽ നിന്നും കുഞ്ഞിനെ ഉളവാക്കുവാൻ എന്റെ ദൈവം ശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഞാനൊരു പുസ്തകത്തിന്റെ പടം വരച്ചു കേൾക്കുകയാണ്. അവന് ഒരു പ്രഹസനമായിരുന്നില്ല. ഒരു പ്രഹസനമായിരുന്നില്ല. ബാലന്റെ മേൽ കൈവയ്ക്കരുതെന്നുള്ള ശബ്ദം കേട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ കൈ അവന്റെ ഇതിൽ നിന്നും വന്നു പോയി എന്നാണ് പറയുന്നത്. ദൂതൻ ഇവിടെ തടുത്തു നിർത്തി എന്നാണ് ഒരു പിക്ചർ ഞാൻ കാണാനിടയായിത്തീരുന്നു. അതായിരുന്നു അബ്രഹാം. എന്റെ ദൈവമക്കളെ, ഹല്ലേലൂയ, പലപ്പോഴും നമ്മളെ ദൈവം അത്രമാത്രത്തേക്കൊന്നും കടത്തി വിടുകയല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് സഹിക്കുന്നതിന് അപ്പുറമായുള്ള പരിശോധനയൊന്നും ദൈവം നമുക്ക് തരത്തുമില്ല. സ്തോത്രം. എന്നാൽ പലപ്പോഴും ഞാൻ കൊച്ചു ജീവിതമായിട്ട് നിന്ന അവസരത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. എന്റെ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എത്ര വലുതാണ്. സ്തോത്രം. ഓ ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കണ്ണ് പ്രൊഫഷണൽ ആയിരിക്കരുത്. അതിനപ്പുറമായി അതിനെ നൽകി തന്ന കർത്താവിൽ നമുക്ക് ആശ്രയം വെച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിൽ അടിയുറച്ച ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിനകത്തുണ്ടായിരിക്കണം. എന്നുണ്ടെങ്കിൽ എന്തില്ലെങ്കിൽ എന്തായെങ്കിൽ തന്നെ ഇതെല്ലാം ഇന്നും നാളെ കൊണ്ട് തീരെ അസ്തമിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനപ്പുറമായി നമ്മുടെ കർത്താവിനെ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട്, അതുകൊണ്ട് പറയുക, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും അതരം കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്താൽ നീ എന്ത് ചെയ്യും? നീ രക്ഷിക്കപ്പെടും. സ്തോത്രം. അത് ഒരു ഇക്വേഷനായി വെച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിനകത്തൊന്ന് പറഞ്ഞു നോക്ക്. എഴുതി വെച്ച് സെറ്റാക്കിയെന്ന് ക്രമീകരിച്ചതിന് ശേഷം അത് നീ മടുക്കാതെ കർത്താവിനെ ഉണർത്തിച്ചു നോക്കുക. നിന്റെ വിശ്വാസത്തിന്റെ എതിരായി പല പോരുകൾ അതിനെ ആഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പോരുകൾ, പല പരിശോധനകൾ, പല തീകൾ അതിന് പുറത്തുണ്ടായിരിക്കും. നീ വിട്ടുകൊടുക്കരുത്. അവിടെ
വിട്ടുകൊടുക്കരുത്. സ്തോത്രം. എന്റെ കർത്താവിന്റെ വചനത്തിന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ വചനത്തിൽ ഒന്നുപോലും മാറുവാൻ അവൻ സമ്മതിക്കുകയില്ല കേട്ടോ. Praise the Lord, hallelujah. ഇതാ നിന്റെ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായിട്ട് നമുക്ക് എപ്പോഴും ആ സ്വർഗത്തിന്റെ കരുത്തേക്ക് നമുക്ക് എത്തിയിടേണ്ടതായിട്ട് ഞാൻ പറയുമ്പോഴൊക്കെ ഇത് പറയാതെ ഞാൻ നിർത്താറില്ല. സ്തോത്രം. ഇതെനിക്ക് കർത്താവ് എനിക്ക് എന്റെ മനസ്സിൽ ചിന്തിപ്പിച്ച ഒരു വിലപ്പെട്ട കാര്യമാണ്. പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം എന്താണ് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, സാധാരണ കുറവുകൾ, ഇതെല്ലാം ആരാധനകളാണ്. സ്തോത്രം. എങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് അടുത്തിന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയായിത്തീരും യേശു. എബ്രായർ 10:19 ഇങ്ങനെയാണ്, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതിയ വഴി. Praise the Lord, hallelujah. സ്തോത്രം. ഞാൻ ആ വഴിയോട് ഒന്ന് കയറിപ്പോയതിനു ശേഷം മാത്രമേ എന്റെ പ്രവർത്തനം കൂടി ഞാൻ നിർത്താറുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതിയ വഴി, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിലുള്ള ധൈര്യം, ദേവാലയത്തിൽ നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങിപ്പോകട്ടെ. ദുർമനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അതിന് പറഞ്ഞുകൊടുക്കുന്ന പേരാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അവിശ്വാസത്തെ നമ്മൾ വെക്കാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. ഇല്ലായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്രകാരം വിചാരിക്കുകയാണ്, ഒരിക്കലും കർത്താവ് തന്നെ അതിശയിച്ചു പോയൊരു കാര്യം. ഒരു സ്ത്രീയോട് വന്ന് പറയുകയാണ്, ഇത് മക്കളുടെ അപ്പമാ, ഇത് ഞാൻ എടുത്തു കൊടുത്ത് എത്തിയിരിക്കില്ല, അവർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ആ സഹോദരി പറഞ്ഞൊരു വാക്കിയോട്, എന്ത് യജമാനന്റെ മേശയുടെ വീടുന്ന അതിന് സാധുക്കളോട് ജീവിക്കുന്ന അയ്യോ, കർത്താവിനത് കേട്ടങ്ങോട്ട് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. സ്തോത്രം. ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുക. അതൊരു ജാതി സ്ത്രീയാണ്. സീദോമിൽ നടന്ന അവർക്ക് ഒരു ചരിത്രമാണ്. സ്തോത്രം. അതുപോലെ തന്നെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. ഒരു പടയാളി കൊടുക്കുക പറഞ്ഞിരിക്കുന്നത്, അയ്യോ നീ എന്റെ വീട്ടിൽ വരുവാൻ ഒരു വാക്ക് ഇത് കേട്ട് ദൈവം, അയ്യോ വിശ്വാസം പഠിപ്പിച്ചെടുത്ത ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വിശ്വാസത്തെ, ദൈവമക്കളെ, ഈ വിശ്വാസമാണ് ദൈവത്തിന് പ്രസാദിക്കുന്നത്. അവരിൽ മറ്റവരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. കാരണം എന്താണ്? ദൈവത്തിലുള്ള അവരുടെ ആശ്രയത്തിന് കുറവായിരുന്നു എന്ന് നമ്മൾ കാണാനിടയായിത്തീരും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാ